vanilla. Veikalla vanilla. Ee angel laga karigi nanne maya chese. Va 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 vanilla. Veikalla vanilla. Ee angel laga karigi nanne maya chese. മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നപ്പോ തന്നെ ഒരു മാസ് എൻട്രി, ഒരു മാസ് ഇൻട്രോ ഒക്കെ ആയിരുന്നു. ഭയങ്കര കയ്യടിയിലൂടെ കുറെ പേര് എനിക്കായിട്ട് സമ്മാനിച്ചു. ശരി, അപ്പോ ഇതാരൊക്കെയാണ്, എവിടുന്ന് വരണേ? സെന്റ് ജോൺസ് HSS പുളിന്താനം. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കണേ? കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കണേ? കുട്ടിയല്ല ടീച്ചറാണോ? ടീച്ചർ ഇവരെ പഠിപ്പിച്ച് ടീച്ചർ ഒരു കുട്ടിയെ വന്നോണ്ടിരിക്കുകയാണോ? അതെ, ഈ ടീച്ചർ എങ്ങനെയുണ്ട്? നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റിയ നല്ലൊരു കുട്ടിയാണോ? ഏതാ സബ്ജക്ട് ഏതാ ടീച്ചർ? എനിക്ക് മാത്സ് പണ്ടേ അലർജി, അത് കാരണം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം കുറച്ച് പേരും കൂടെ വിളിച്ചതിന് ശേഷം. So once again, this is Tamar Padar, presented by Chunga Jewelry, powered by Kalyan Silks, Chairman Shares and our special partner Sunlight. Blockbuster let's get any life to blockbuster. ടീം അതുപോലെ തന്നെ നെൽസൺ ചേട്ടൻ ടീം. അതെല്ലേ, ഈ പായസത്തിലൊക്കെ ഉണക്കമുന്തിരി കിടക്കില്ലേ, അതുപോലെയാണ് അവിടെ നിൽക്കണത്. ബാക്കി എല്ലാവരും അപ്പോൾ പത്രമൊക്കെ വെട്ടി ഒരു സാരി കൊടുത്തതിന് ഒരു ഇതിപ്പോഴത്തെ ഫാഷനാ, അറിയില്ല. ഞങ്ങളിതൊക്കെ പണ്ടേ ചെയ്തേക്കണതൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ പരിപാടി പോകുമ്പോ കിടക്കുമ്പോ ഇപ്പോഴത്തെ ഫാഷൻ അല്ലേ. ഞാൻ നല്ല സ്റ്റൈലായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. അല്ല, ഇവരിത് പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സാരിയും എഴുതിട്ടാ വന്നേ. ഐ എം സ്റ്റൈൽ സ്റ്റൈൽ സ്റ്റൈൽ. ഉണക്കമുന്തിരി കണ്ടിട്ടില്ലേ ചേട്ടാ? ചേട്ടനെല്ലാം ഞാൻ പറഞ്ഞേ. ചേട്ടൻ എന്തിനാ എല്ലാം എന്നെ പറഞ്ഞോ? എന്റെ നെഞ്ചത്തേക്ക് പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? കേട്ടോ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. എല്ലാരും ഞാൻ പറഞ്ഞു എങ്ങനെ ചൂണ്ടിക്കാണിച്ച് എങ്ങനെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് സുധീർ നോക്കും. അതെന്താ കാര്യത്തിനാ? ഹലോ, നിങ്ങനെ തീം തേക്കണോ വിട്ടെടുത്തിട്ട് വീണ്ടും എന്റെ നെഞ്ചത്തേക്കോ? ആര്? ഞാനാ? കുഴപ്പമില്ല, ഞാൻ എന്തായാലും അങ്ങനെ അല്ല അല്ല ഞാൻ അതിനു വേണ്ടിട്ടിരിക്കുകയാണ്. ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ പായസത്തിന് ഉണക്കമുന്തിരി ഇല്ലാതെ പറ്റൂല, അതറിയില്ല. അതെന്തുദ്ദേശ? പായസത്തിലെ കാഷ്നട്ടാണ് നമ്മുടെ സുധിച്ചേട്ടൻ. അതും വറുത്ത അതും വറുത്തതാണ്. നെയ്യിൽ വറുക്കുമ്പോ അത് കറക്കൂലേ? ഗോൾഡൻ ബ്രൗൺ ആയേ പറ്റൂ. ഗോൾഡൻ ബ്രൗൺ സ്വർണത്തിന്റെ ബിരിയാണിയിലെ. ഞാൻ ആക്ച്വലി പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും നല്ല യൂണിഫോമിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഒരാള് മാത്രം ഓഡ് മാൻ ഔട്ട്, ഒരു മഞ്ഞക്കുള്ള പോലെ. എന്തത്? 7ാം ക്ലാസ് വെച്ച് ആക്ഷൻ സോങ്ങിന് മേടിച്ചു കൊടുത്താൽ തത്തമ്മയുടെ പാട്ടല്ലേ ഇത്? സത്യമായിട്ടും ഇത് 7 വർഷം മുന്നേ 8 വർഷം മുന്നേ സ്നേഹയ്ക്ക് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാ. അന്ന് നല്ല വലുപ്പം ഉണ്ടായിരുന്നു, ഇന്ന് ചെറുതായി പോയി. സത്യം പറഞ്ഞാൽ ശരിക്കും ഇത് 8 വർഷം മുന്നേ മേടിച്ച ഉടുപ്പാണ്, പക്ഷെ ഇപ്പോഴാണ് ഇട്ടത്, അത്രേ ഉള്ളൂ. ഇപ്പൊ പുതിയതാ. അന്ന് നൈറ്റ് ആയിട്ടാ മേടിച്ചു കൊടുത്തത്. അപ്പൊ എന്തായാലും ആക്ഷൻ സോങ്ങിന് പണ്ട് അമ്മ വാങ്ങിക്കൊടുത്ത ഉടുപ്പാന്ന്, കാരണം 8 വർഷം മുമ്പത്തെ ആണല്ലോ തത്തമ്മയുടെ ആക്ഷൻ സോങ്. അപ്പൊ ഇനി ആക്ഷൻ സോങ് കേട്ടിട്ട് മതി ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങല്. ആക്ഷൻ സോങ് അല്ല, കുക്കുരു കുക്കുറുക്കൻ. അത് ഏതാണ് ഫേവറേറ്റ്? Ready? 1, 2, 3. കുക്കുറു കുക്കുറു കുറുക്കൻ കക്കുറു കക്കുറു കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ടു കൊതിച്ചു, വെള്ളം അതില് മുന്തിരി കണ്ടോ? നോക്കി നിന്നു, ദൂരെ നിന്നു കഥ പറഞ്ഞു. നല്ലല്ലേ? അത്രേ അറിയാവുള്ളൂ. പറ്റിപ്പോയി. 7 വർഷം മുമ്പ് കുക്കുരു സാജു, എന്തോ ആ പാട്ടിലുണ്ട് മുന്തിരി. എന്നെ തെറ്റു പറയാൻ പറ്റുമോ? നമ്മളല്ല. അപ്പോ നമ്മള് പൊളിക്കല്ലേ ഇന്നത്തെ എപ്പിസോഡ്? സോ ഒഫീഷ്യലി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തുടങ്ങല്ലേ? കമന്ററി പ്ലീസ്. എടുത്ത് മുന്തിരി എടുത്ത് മുന്തിരിയാ. പിന്നെ അതിന്റെ
വീണ്ടും ഇടത് കാൽ മുന്നോട്ട് വെച്ച് ഇടത് കൈ ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി പറയാം. അങ്ങനെ കമാർപ്പിടാറില്ല ഗെയിംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഗെയിംസ് ആയിരിക്കും, ആരൊക്കെയാണ് കോമ്പറ്റ് ചെയ്യാൻ വരുന്നതെന്നൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതിനു മുമ്പായിട്ട് നമ്മൾ ഓരോ എപ്പിസോഡിലും ഗെയിംസ് ഒക്കെ നടക്കുമ്പോൾ ഓൾറെഡി ഒരു എസ്റ്റിമേഷൻ ഇവരുടെ ഇടയിലുണ്ടായിരിക്കും, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആരായിരിക്കും ജയിക്കാൻ പോണെന്നുള്ളത് നമുക്ക് വഴി അറിയാം. ഏതായാലും നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഇനി നമുക്ക് ആ മുന്തിരിയുടെ പേര് മാറ്റാം, ബിജു എന്നാക്കാം. അപ്പൊ ഇവന് സങ്കടം ഉണ്ടാവൂല. നാരായണൻകുട്ടിന്നോ ബിജുന്നോ നാരായണൻകുട്ടി റൈസ്. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിലേ, ഈ നാരായണൻകുട്ടിയെ ഞാൻ ഇങ്ങനെ കുനിച്ചു നിർത്തി ഇടിച്ച് പിഴിഞ്ഞ് ഭരണിയിലാക്കി ഒരു സൂത്രം സംഗതിയായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നാരായണൻകുട്ടി വൈൻ. അപ്പൊ ഈ നാരായണൻകുട്ടിയെ വൈൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം വരാൻ പോണ ടീം ഏതാ? റെഡിയാണ്, ശരി, ഓക്കെ. നിങ്ങൾ വരൂ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. വർഷാപ്പോ അത് ഷേവ് ചെയ്യാൻ 4 പേരും കൂടെ ഇതൊന്ന് പിടിച്ചേ. ഇതിനുള്ളിൽ ഞാൻ നടുക്ക് നിർത്താം. ഓക്കെ, മാക്സിമം ഇവിടെ ഇവിടെ ഇതാണ് നിങ്ങളുടെ ഹോൾഡർ. ഇതുമ്മ പിടിക്കണം. ഓക്കെ, ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ നാരായണൻകുട്ടി ഹോൾഡർ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്നെ വിട്, ഒന്ന് അങ്ങോട്ട് പോണം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ 4 പേരും കൂടെ വലിച്ചിട്ട് നമ്മുടെ നാരായണൻകുട്ടി വൈനെ ഇതിലാക്കണം. ആക്കിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് അവിടെ കട്ടിങ്ങിന് ഷേവിങ്ങിന് ഇരിക്കുന്ന ആളെ കുടിപ്പിക്കണം. ഗ്ലാസ് കൈകൊണ്ട് എടുക്കരുത്, എല്ലാം ഈ ത്രെഡിൽ കൂടെ, ഈ ഹോൾഡറിൽ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ആ ഗ്ലാസ് തിരിച്ച് ഇവിടെ പ്ലേസ് ചെയ്യണം, ഈ ടേബിളിൽ. ഇത്രേ ഉള്ളൂ, 3 minutes ടൈം. അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്. തുടങ്ങല്ലേ, ചെയ്യല്ലേ? Your time starts now. ഏതെങ്കിലും ഒരു ഗ്ലാസ് തീരുമാനിക്കുക, ബാക്കിയുള്ള ഗ്ലാസ്സുകൾ വീഴാതെ. Nice, nice, well played, good move. നാരായണൻകുട്ടി വൈന് താഴെയിടല്ലേ, നാരായണൻകുട്ടി വൈന് താഴെയിടല്ലേ. സൂപ്പർ, അടിപൊളി. അടിപൊളി, വേഗം. അപ്പൊ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ, വൈൻ മാക്സിമം താഴെ കളയാതെ കൊടുക്കണേ. എനിക്ക് തരൂ എന്ന് പതുക്കെ പതുക്കെ. അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പൊ 2 ക്ലാസ് ഇതിനോടൊക്കെ തന്നെ ഇവര് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ ഗെയിംസ്. ഓക്കെ, കുറച്ചുകൂടെ സ്പീഡാ കേട്ടോ. ഒരു ഗ്ലാസ് തട്ടിയിട്ടു. പതുക്കെ. ഓക്കെ, 4 ഗ്ലാസ്. ഒറ്റക്കിരിക്കണത് ഓക്കെ, 6ാമത്തെ ക്ലാസ്. ഒറ്റ വലിക്ക്. 6 ഗ്ലാസ്. ഓക്കെ, അടിപൊളി. ഇവിടെ ഫാസ്റ്റ് ആക്കിക്കോളൂ. എന്റെ നാട്ടിൽ ശരിയാ, നീ അറിഞ്ഞോ മേലെ മാനത്ത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നാരായണൻകുട്ടി വൈൻ കൊണ്ട് അല്ല, വൈൻ നല്ല വൈനായിരുന്നു കേട്ടോ. അതല്ലേ, വയറ് നല്ല അടിപൊളി. അപ്പൊ ഇനി ഈ ടീമിൽ നിന്ന് ആരെ കുടിക്കാൻ വരണേ? നോബിച്ചേട്ടൻ പറയണ്ടോ? നല്ല നോബി കുടിക്കട്ടെ. 3, 2, 1,
മാറ്റി അങ്ങോട്ട് മാറ്റി നീ മഞ്ഞ മാറടി വലിച്ചോ ഏതില്ല അയ്യോ ഞാൻ ഓടി വാ ഓടി വാ വെക്കവിടെ അകത്ത് ആദ്യം അകത്ത് ഏത് ക്ലാസ് എടുത്തോ വിട്ടോ വാ ഓടരുത് ഓടരുത് ഉള്ളി ഓടരുത് ചൂടോടുകൂടി കൊടുക്കല്ലേ അടുത്ത പണി ഞങ്ങള് പിന്നെ ഇവിടെ പോയി മൈസൂർ മ്യൂസിയം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ 5 പേരും കൂടി സൂല് അങ്ങനെ അവിടെ ചെന്നപ്പോ കണ്ടിട്ടില്ലാത്ത കുറെ മൃഗങ്ങള് കണ്ടിട്ടുള്ളതും കുരങ്ങ് പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നീർനായ, പിന്നെ ഒരു ഡോൾഫിൻ വേണം, ബോൾ കൊണ്ട് തട്ടികളും ഡോൾഫിൻ അതിവിടാ അതല്ല മൃഗശാലക്കകത്താണല്ലോ. ആണോ? ഡോൾഫിൻ ഇവിടെ കുരങ്ങൻ മേളിൽ അവിടെ മതി അല്ലേ? ആൾക്കുരങ്ങ അവിടെ ആൾക്കുരങ്ങനെ കല്ലെടുത്തെറിയാം നമുക്ക്. കുരങ്ങനെ തിരിച്ചറിഞ്ഞൂടാ. പെരുമ്പാമ്പ് വേണം. പെരുമ്പാമ്പല്ല, മറ്റേ ഇത് മറ്റേ വെള്ളത്തിൽ കിടക്കണം. എന്റെ പേരെന്ത്? ഹിപ്പപ്പൊട്ടാമസ് വാ തുറന്ന് കിടക്കണം. അത് നമ്മൾ പറയുമ്പോഴേ അടയ്ക്കാവും. വലിയ വാ ഉള്ളവർ അത് ഏറ്റെടുത്തോണം. അവിടെ കുളമാണ്. അയ്യോ നമ്മുടെ അയ്യോ അങ്ങോട്ടേക്ക് നോക്കാം, അങ്ങോട്ടേക്ക് കുരങ്ങ കൂട്ടിൽ ചാടി കേട്ടോ. കുരങ്ങ് എനങ്ങിയില്ലല്ലോ ഡോൾഫിനെ. അയ്യോ, ഇതെല്ലാം ചാവാറായ ജീവികൾ കേട്ടോ. ഭക്ഷണം കൊടുത്തിട്ട് കൊറേ നാളായെന്ന് തോന്നുന്നു. കണ്ടോ? അയ്യോ പേൻ നോക്കണ കൊരങ്ങനെ ഇവിടെ കണ്ടോ? ഇവിടെ 7 പേനായി തിന്നത്, 7 എണ്ണം. അത് ചാവാറേ കണ്ടാ മൃഗം.
മതി 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 പാവങ്ങള് പാവങ്ങൾ ഒറ്റ ഒരെണ്ണം വൃത്തിയായില്ല. മൈസൂർ മ്യൂസിയം അടച്ചു കൂട്ടണ എല്ലാം ചാവാറായ ജീവികള്. താലിക്കുറുത്തോല തീലിക്കുറുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി വണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാര. പന്തു വേണോ ഒരു പന്തു വേണോ? താലിക്കുറുത്തോല തീലിക്കുറുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല. ഈ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം ഏത് ടീമാ കളിക്കാൻ വരണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങോട്ട് പറഞ്ഞുതരാം. എന്ത് പറ്റി കുട്ടാ? കണ്ണൊക്കെ ചുമന്നിരിക്കണം, ഭയങ്കര ഞങ്ങളിപ്പോ ഒരെണ്ണം കളിച്ച് ടയർഡായി നിൽക്കുക. അപ്പൊ ഇവരെ വിളിക്കണം. ഫസ്റ്റ് കളിച്ച് അങ്ങനെ ഫസ്റ്റ് നിങ്ങൾ കളിച്ചു, സെക്കൻഡ് ഞങ്ങൾ കളിച്ചു, തേർഡ് നിങ്ങൾ. ഓർഡറാണ് അത്. ഓർഡർ എന്ന് വെച്ചാൽ ഈ കളിയുടെ ഓർഡർ അല്ല, എന്റെ ഓർഡറാണ്. ഓക്കെ, അപ്പൊ ഗെയിമിന്റെ റൂൾ എന്ന് പറയുന്നത് ഏറ്റവും ഒന്ന് എണീറ്റേക്കാമോ? അപ്പൊ എന്താ ഗെയിം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയറായിട്ട് വരിക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിന്റെ ഇടയിൽ ബലൂൺ വെക്കണം. ബലൂൺ വെച്ചിട്ട് ഞാൻ ഒന്ന് പറയട്ടെ, കാലിന്റെ ഇടയിൽ ബലൂൺ വെച്ചിട്ട് നമ്മളിത് വായ കൊണ്ട് കടിച്ചെടുക്കണം. കടിച്ചെടുത്തിട്ട് ചാടി 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 അവിടെ പോയിട്ട് ഇവിടെ ഈ ബലൂൺ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റിക്കി ബോൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നടന്നിട്ടല്ലോ കേട്ടോ. അതായത് ചാടി 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 വന്നിട്ട് വായിൽ ഇത് കടിച്ചു പിടിച്ചിട്ട് ഇത് നിങ്ങൾ ഇവിടെ ഒട്ടിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ കാലിന്റെ അവിടെ വെച്ചിട്ടുള്ള ബലൂൺ പൊട്ടരുത്. ഓക്കെ, ബലൂൺ പൊട്ടിക്കഴിഞ്ഞ് ഒന്നേന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഞെരുക്കണ്ട, ഒരു മയത്തിൽ So your countdown starts. Ready? 1. നിങ്ങളുടെ സമയം ഇതാ തുടങ്ങാൻ പോവാണ്. റെഡി? അല്ല, ശരി. 1 2 3. ഇതെന്താ ഓട്ടമത്സരം?
baby. അങ്ങനെ 7 ബോൾസ് നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടീം സ്റ്റിക്ക് ചെയ്തപ്പോ, അതായത് 6 ബോൾസ് നെൽസൺ ചേട്ടനും 1 ബോൾ മാനം കാക്കാനായിട്ട് നമ്മുടെ നോബി ചേട്ടനും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇനി ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ വരികയല്ലേ? നമ്മുടെ കച്ചിത്തുരുമ്പാണ് കേട്ടോ. പിന്നെ അതേ പറഞ്ഞു നാണം കെടുത്തരുത് ടീം മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിട്ടാണ് സാധിച്ചിട്ട് ഇവരെല്ലാരും കൊണ്ടുവരുന്നത് അല്ലേ? തുടങ്ങല്ലേ? യെസ്, ഒന്ന് ചിയർ ചെയ്യുന്നേ ഓപ്പോസിറ്റ് ടീം. ഒന്ന് ഇവരെ ചിയർ ചെയ്യൂ പ്ലീസ്. So, your time starts now. സുനിച്ചേട്ടൻ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടോ ഒരു ബോൾ ഇങ്ങനെ കടിച്ചു വെച്ച്. അയ്യോ, സുനിച്ചേട്ടൻ സാക്ഷാത്ത് സ്കോർ ചെയ്യട്ടോ, കാരണം ഭയങ്കര ഹൈറ്റ് അല്ലേ? എന്താ ഇവിടെ കണ്ടുപിടുത്തം? അടിപൊളി. അയ്യോ, സാധി കടിച്ചെത്തി പോയി. അമ്മ, സുനിച്ചേട്ടാ. അയ്യോ, ഗ്ലാസിനെ ഉമ്മ വയ്ക്കുന്ന പോലെ സാഹചര്യം കെട്ടത്. What is this? 1, 2, 3, 4, 5. ആൽക്കോശേ ജന്മനാ ചെറിയ മുക്ക. സ്നേഹചേച്ചിയുടെ. പോയി. ഒരെണ്ണം പോയി. ബലൂൺ കളയരുത്, ബലൂൺ കളയരുത്. സുധി, അയ്യോ, പോയി. Concentration കളയല്ലേട്ടാ. അയ്യോ. പതുക്കെ, പതുക്കെ, പതുക്കെ. ഇരിക്കുന്നല്ലോ. രാധിക, forward വരിക, കളിക്കുക, കളിക്കുക. That's right. അടിപൊളി. വേഗം, വേഗം. Fast, fast, fast. സുനിച്ചേട്ടൻ പരീക്ഷ. ഇപ്പുറത്ത് ചെയ്ത പോരെ? അതൊക്കെ. അയ്യോ, വേഗം. അടിപൊളി. സുനിച്ചേട്ടൻ സന്തോഷം കൊണ്ട് നിൽക്കാണ്ടിരിക്കാനൊന്നും വയ്യ. അപ്പൊ ഇവരെത്രയായിരുന്നു? 7 ബോൾസ് ആയിരുന്നു അല്ലേ സ്റ്റിക്ക് ചെയ്തേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and it is 12. അസലായിട്ട് കളിച്ചു കേട്ടോ. അതാണ്. ഓരോ തവണ ഒട്ടിച്ച് കഴിയുമ്പോ ചേട്ടന് ഒന്നിന് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ, ഒരു പ്രത്യേക ചിരിയൊക്കെയായിരുന്നു. ഞങ്ങള് തോറ്റേനെ ഇത് മുന്തിരിയായിരുന്നെങ്കിൽ ശരി ശരി. ഓളായതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ സ്റ്റിക്കി ബോൾസ് എന്നുള്ള ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാവിച്ചേട്ടന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, അതുവരെ നന്നായിട്ട് കളിക്കാൻ പറ്റി. ദെൻ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അല്ല നന്നായിട്ട് കളിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. സുധിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടന്റെ ആ ലിമിറ്റേഷൻ വെച്ചിട്ട് മീൻസ് ഹൈറ്റിലുള്ള ആ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ചേട്ടൻ നന്നായിട്ട് കളിച്ചു. എന്നാൽ പോലും നമ്മുടെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമ്പോ ഈ ടീമിലേക്കല്ല ഈ ടീമിലേക്കാണ്. ആൻഡ് ദാറ്റ് ഈസ് നെൽസൺ ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ ഈ ടീമിന്റെ മാനം കാത്തുന്ന നെൽസൺ ചേട്ടനാണെന്ന് തന്നെ പറയണം
കേട്ടോ. കാരണം മൊത്തം 7 ബോൾസ് ആണ് ഇവർ സ്റ്റിക്ക് ചെയ്ത്. അതിൽ 6 ബോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് തൊടുക എന്നുള്ള രീതിയിൽ അത്ര നന്നായിട്ട് കളിച്ചു. കൺഗ്രാജുലേഷൻ. അല്ല ഒരെണ്ണം ബാക്കി സാധാരണ ഇങ്ങനെയൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ച സന്തോഷം എല്ലാവർക്കും. ഇത് ഇവിടെ അത് പറയുമ്പോ നമ്മളെല്ലാം ഇനി എന്തോന്ന തലയിൽ വെക്കാൻ പറ്റും. ആ ഒരു അവാർഡ് പോരട്ടെ. കാടൻ വരുന്നേ വേടൻ വരുന്നേ കുടരുമാടന്റെ കൂടെയുണ്ടേ ആയുധം കയ്യിലുണ്ടേ കല്ലേലെല്ലാം ഒരു ആനന്ദ നൃത്തം നമ്മളൊരു മ്യൂസിക് കൂടി ഇട്ടുതരാം. തീർന്നിട്ടില്ല. ഒരു നൃത്തം വേണം. ഒരു ട്രൈബൽ ഡാൻസ്. ഇതാണ് ജോലിയോടുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നത്. ഇത് കണ്ണൂർ വിചാരിക്കും ഇത് പ്രീ പ്ലാൻഡ് ആണ്, അത് നേരത്തെ കൂട്ടി റിഹേഴ്സൽ ഒക്കെ നടത്തുന്നത്. പക്ഷെ ഇല്ല, ഞങ്ങളൊരു ഞെട്ടിപ്പോയി. എന്താ സ്പോട്ടിൽ ഭയങ്കര സ്പോർട്ടീവ് ആയിട്ട് അവര് കളിച്ചല്ലേ. ഇതിന്റെ ഷോയ്ക്കൊക്കെ പോകാറുണ്ട്. ഇവർക്ക് കൊടുക്കാനുള്ള പണിഷ്മെന്റ് എന്താണ്? നേരത്തെ ഗെയിമിൽ ഇവർ തോറ്റിട്ടുണ്ടായിരുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്. ഇപ്പൊ കാണിച്ച ഈ ഡാൻസ് നിങ്ങൾ പണിഷ്മെന്റ് ആയിട്ട് എടുക്കണം. അത് അത് വേണ്ട പറയടാ, ഞാൻ കഴിച്ചു നിൽക്കുന്നു. അല്ല ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ല, ആദ്യം നമുക്ക് ഇവർക്ക് കൊടുക്കാം. നിങ്ങൾ എന്റെ തരിപ്പൊന്ന് മാറ്റും. ഓക്കെ, നമ്മളിവിടെ പാട്ടൊക്കെ നമ്മൾ ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അല്ല നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യണം. ഇത് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച, ഞങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ച ഒരു കവിത ആക്ഷൻ സോങ് ആയിട്ട് നോബി അവതരിപ്പിക്കണം. അതിൽ കുറച്ച് ക്യാരക്ടറുകളൊക്കെ ഇവരുണ്ട്. ഞാൻ വരാം, വാ. അല്ല നമ്മൾ ചെയ്യാത്ത സംഭവം നാറാണത്ത് പ്രാന്തം കവിത, അത് നീ ഇവിടെ അഭിനയിച്ച കവിത, ആക്ഷൻ സോങ്ങിന് പോലെ ആക്ഷൻ കവിത. അപ്പൊ ഞാൻ ഭ്രാന്തൻ എന്നൊക്കെ പറയുമ്പോ അത് അതേ മൂഡിൽ കിടക്കുവാണ്. ഇവിടെ ചിതയുടെ അടുത്ത് കിടക്കുക. ഇവിടെ നിന്ന് വന്നിട്ട് അഭിനയിച്ച് പാറ കിട്ടിയില്ലേ, പാറ ഉരുട്ടി മല കയറ്റി അവിടെ കൊണ്ടുപോകണം. മോളിൽ കൊണ്ടുപോയിട്ട് തള്ളിയിട്ടിട്ട് ഒറ്റ ചിരിയ, ഉച്ചയായോടാ സൂര്യ ഉച്ചയായോടാ, ആ ഡയലോഗ് നമ്മള് പാറ ഇവിടെ വെച്ചു. ഇതിനേക്കാൾ വലിയ പണിഷ്മെന്റ് സ്വപ്നങ്ങളിൽ മാത്രം കേട്ടാ. അതിനകത്ത് പ്രേതങ്ങൾ അലറുന്ന നേരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങള് യക്ഷികള് പാസ് കേട്ടാ, യക്ഷികൾ ചിരിച്ചോണ്ട് നെൽസൺ ചേട്ടൻ ഒരു കുഞ്ഞു ഇഞ്ചക്ഷൻ ചിരി നിർത്താനുള്ളത്. അപ്പൊ യക്ഷികൾ ഓടി പാസ് ചെയ്ത് ചിരിച്ചോണ്ട് പോണോട്ടാ. അയൽക്കൂട്ടത്തിന് പോണ പോലെയല്ല, അട്ടഹസിച്ചു പോണം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്ക
പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിനിരമില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിനിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചിറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ. നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒരുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തിനിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോലായിലി കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. അതിശയട്ടു മുഖശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞു നടക്കൊള്ളേ. ഓർമ്മയിലൊരു വഴി പഴമയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരു വഴി മരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓക്കെ, അടിപൊളി അടിപൊളി. അങ്ങനെ പണികൾ ഇങ്ങനെ കൊടുക്കലും വാങ്ങലും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ തൽക്കാലം ഇന്ന് ഞങ്ങൾക്ക് ബബായ് പറയാനുള്ള സമയമായിട്ടുണ്ട്. സോ ഇന്നത്തെ എല്ലാ ഗെയിംസും വെച്ച് നോക്കുമ്പോൾ 2 ഗെയിമില് ജയിച്ചത് നിങ്ങളാണ്, 1 ഗെയിമിൽ ജയിച്ചത് നിങ്ങളാണ് കേട്ടോ. സോ കമ്പാരിറ്റീവ്ലി ഇവർക്കൊരു വലിയൊരു അപ്ലോസ് കൊടുക്കട്ടെ. അപ്പൊ ഇതിലും കൺഗ്രാറ്റുലേഷൻസ് ടു ദി വിന്നേഴ്സ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ വി ആർ സേയിങ് ബൈ ഫ്രം Ace Pipes, Tamar Padar, presented by Chunga Jewelry, powered by Kalyan Silks, Chairman Chairs, and our special partner Sunlight, saying bye bye.